റാഗി പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എത്ര കുടിച്ചാലും മതിയാവൂല, അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്ന റാഗി പൗഡറാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കലക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കണം. അതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കൈവിടാണ്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വേഗം തന്നെ ഇതുപോലെ കുറുകി വറ്റി കിട്ടും. ഇതുപോലെ നന്നായിട്ട് കുറുകി ഈ മുത്താറിയെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കാം. എന്നിട്ട് ഈ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 3 ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ ക്യാരറ്റെല്ലാം നല്ലപോലെ അരഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കുടിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.